വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ പ്രതിയായ മൈക്രോ ഫിനാൻസ് കേസിൽ കുറ്റപത്രം നൽകാത്തതിനെതിരെ ഹൈക്കോടതി എത്ര കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും പ്രോസിക്യൂഷൻ അനുമതി തേടിയോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ചോദിച്ചു. ഒരു കേസിലും കുറ്റപത്രം നൽകിയിട്ടില്ലെന്നും 8 കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെന്നും കോടതിയിൽ ഹാജരായ SP ശശിധരൻ മറുപടി നൽകി. പ്രോസിക്യൂഷൻ അനുമതിക്കായി അപേക്ഷിച്ചിട്ടുണ്ടെന്നും SP പറഞ്ഞു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടും പിന്നെ തടസ്സം എന്താണെന്നും കോടതി ചോദിച്ചു. സൈഫ് സൈനലബ്ദീനാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സൈഫ, കോടതി നേരിട്ട് പറഞ്ഞതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ ഹാജരാകാൻ. ഇന്ന് ശശിധരൻ ഹാജരായപ്പോൾ കോടതി എന്തൊക്കെ ചോദിച്ചു, അദ്ദേഹത്തിന്റെ മറുപടി എന്തൊക്കെയാണ്? കോടതി കടുത്ത അതിർത്തി വിഷയത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് വിനിഷ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളി പ്രതിയായ കേസാണ് ഇത്. ഇതിനകത്ത് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല. അങ്ങനെയാണ് ചില ചോദ്യങ്ങൾ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടി ഉണ്ട് എന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് SP ശശിധരൻ ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ നേരിട്ട് ഹാജരായത്. അദ്ദേഹം അതോട് ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കുറ്റപത്രം നൽകിയ കേസുകളുടെ FIR നമ്പർ നൽകാത്തത് എന്ത് എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചു. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഏതൊക്കെ കേസിൽ കുറ്റപത്രം നിങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന ചോദ്യം മുന്നോട്ട് വെച്ചു. ഒരു കേസിൽ കുറ്റപത്രം നൽകിയിട്ടില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഏത് കേസിൽ എവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രം ഫയൽ ചെയ്തത് എന്ന ചോദ്യം കൂടി അതിന് പിന്നാലെ കോടതി ഉന്നയിക്കുകയുണ്ടായി. ഒരെണ്ണത്തിൽ പോലും കുറ്റപത്രം നൽകില്ലല്ലോ നിങ്ങൾ എന്ന് കോടതി വാക്കാൽ പറയുകയും ചെയ്തു. പ്രോസിക്യൂഷൻ അനുമതി എത്ര കേസുകൾ തേടി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് 8 കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ മറുപടി പറയുന്നുണ്ടായിരുന്നു. 8 കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് പിന്നെ എന്താണ് തടസ്സം എന്നുള്ളത് ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ച് പ്രോസിക്യൂഷൻ അനുമതിക്കായി അപേക്ഷിച്ചിട്ടുണ്ട് എന്ന മറുപടി അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വിശദാംശങ്ങളെല്ലാം രേഖാമൂലം കോടതിയെ സമർപ്പിക്കണം എന്നുള്ളതാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ SP ശശിധരനോട് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, സേഫാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ എടുത്തിട്ട് കുടയുന്നു എന്നാണ് കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്.